ഇന്റലിജന്റ് ഡിസൈനർ. ദൈവത്തിൻ്റെ കരം ചലിച്ചെങ്കിലേ വീട് വീടാകൂ, ഭവനം ഭവനമാകൂ, അത് സന്തോഷത്തിലാകൂ. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത്, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരധ്വാനിച്ചിട്ട് കാര്യമില്ല, ദൈവം അവിടെ സഹായിക്കണം, ദൈവത്തിൻ്റെ കരം ചലിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ വിഷയത്തെ ബന്ധപ്പെട്ട് പറയാൻ പോവാണ്. ഇവിടെ എന്നെ കേൾക്കുന്നവർ ഉന്നത വിദ്യാഭ്യാസമുള്ളവരുണ്ട്, പണമുള്ളവരുണ്ട്, വില കൂടിയ കാറിൽ വന്നിറങ്ങിയവരുണ്ട്. എല്ലാം ശരിയാണ്, എല്ലാവരും പല നല്ല വീടും ചുറ്റുപാടും ഒക്കെ ഉള്ളവരുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിങ്ങളെ അനുഗ്രഹത്തിൽ എത്തി നിർത്തുന്നത്, ഇങ്ങനെ നിലനിർത്തുന്നത് ഇതൊന്നുമല്ല, ദൈവത്തോടുള്ള ബന്ധമാണ്. ചില ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവിടുത്തെ MLA-യുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട്, അയാൾ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അച്ചു. എനിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ, എനിക്ക് നാളെ കാണണമെങ്കിൽ അദ്ദേഹം ഓഫീസിലുണ്ട്, എനിക്കിന്ന് പറ്റും, എനിക്ക് അത്ര സ്വാധീനമുണ്ട്. പക്ഷേ അത്രയും വലിയ സ്വാധീനമുള്ള ഒരാളെയും, ഒരു കാര്യം കേട്ടോ, നിന്നെ എന്നെ ആയുസ്സോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടെ നടത്തുന്നത് ഈ ഭൂമിയിലുള്ള ആരുമായുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ടല്ല, ദൈവമെന്ന സർവശക്തനോടുള്ള ബന്ധമാണ് ഒരാളെ ആയുസ്സോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടെ നടത്തുന്നത്. ആ ബന്ധമാണ്. ഈ ബന്ധം കൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ ഇതിനേക്കാളൊക്കെ വലുതാണ് ഒരാൾക്ക് ദൈവത്തോടുള്ള ബന്ധം. ഒരാൾ പറഞ്ഞൊരു കാര്യം കേട്ടോ, ഒരാൾ വളർന്ന് 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 ഓക്കുമരത്തോളം വലുതായി. അയാൾ ദൈവത്തെ ഇഷ്ടമില്ലാത്ത ഒരാളാ. ഓക്കുമരത്തോളം വലുതായാലും കുറച്ച് കഴിയുമ്പോൾ നിലത്ത് വീണു പോവും, മണ്ണി വീണു പോകും. അയ്യോ, അത്രയും വലിയ ഒരാളായിരുന്നു. എത്രയോ ഓക്കുമരങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ മറന്ന് ജീവിച്ചതിൻ്റെ ഫലമായി തകർന്ന് തകർന്ന് തരിപ്പണമായി പോയി. ഒരു കഥയുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊരു കഥ പറയാം. ഒരു മനുഷ്യൻ കടൽ തീരത്തെ ബീച്ചിൽ കൂടെ നടന്നു പോയൊരു കഥ, വെറും ഒരു കഥയാണ്. അയാൾ ബീച്ചിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുത്തും ആട്ടവും പാട്ടവുമായിട്ട് ബീച്ചിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കടലാസ് കിടന്ന് കരയുവാണ്. നിലത്ത് കിടക്കുന്ന ഒരു കടലാസ് കരയുകയാണ്. ഈ മനുഷ്യനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, കഥയാണ്, എന്നെ എല്ലാവരും ചവിട്ടുവാണ്, എൻ്റെ മേത്ത് എല്ലാവരും തുപ്പുവാണ്, എന്നെ ആർക്കും വേണ്ട, എൻ്റെ അവസ്ഥ വളരെ മോശമായി പോയി, എന്നെ രക്ഷിക്കണം സുഹൃത്തെ എന്നും പറഞ്ഞ് ഒരു കടലാസ് കഷ്ണം കരയുന്നു. ഈ ബീച്ചിലൂടെ നടന്നു പോയവൻ ആ കടലാസ് കഷ്ണം എടുത്തോണ്ട്, ഈ കടലാസിൻ്റെ വിഷമം കണ്ട് ഈ കടലാസ് എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുപോയി അയാളുടെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു കത്രികയെടുത്ത് അതിനെ ഒരു ഇഷ്ടപ്പെട്ട രീതിയിലൊന്ന് വെട്ടിയിട്ട് അതിനെ ഒരു പട്ടമാക്കി അങ്ങ് മാറ്റി. ആർക്കും വേണ്ടാതെ ആൾക്കാരുടെ തുപ്പും കൊണ്ട് ചവിട്ടും കൊണ്ട് കിടന്ന കടലാസ് കഷ്ണത്തെ ഈ മനുഷ്യൻ പോയി വെട്ടി ഒരു പട്ടമാക്കി. അതിൻ്റെ അടിയിൽ ഒരു നൂലും സെറ്റ് ചെയ്ത് ഒരുപാട് നീളത്തിൽ കുറച്ച് നൂലും താഴെ ചുറ്റി. എന്നിട്ട് ഈ കടലാസിനോട് ഈ മനുഷ്യൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നാളെ നേരം വെളുക്കുമ്പോൾ നീ കിടന്ന സ്ഥലത്ത് ഞാൻ നിന്നെ ഒരു പട്ടമായി ആകാശത്ത് ഞാൻ പൂക്കും, നിന്നെ ഞാൻ അങ്ങനെ ഉയർത്താൻ പോവാണ്, നീ വിഷമിക്കുമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാവരും ഓർക്കണം കേട്ടോ, നമ്മുടെ ജീവിതമായത്. ആരെങ്കിലും ഉയർന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെയോ അതിൻ്റെ താഴെ ചിലതൊക്കെ ചെയ്തപ്പോഴാ ചിലരൊക്കെ ഉയർന്നത്. തന്നെ സ്വന്തം കഴിവ് കൊണ്ടൊന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെയോ ആരൊക്കെയോ ഉണ്ടായിരുന്നു ഒന്ന് വെട്ടാനും ഒന്ന് എടുക്കാനും ഒന്ന് കൊണ്ടുപോകാനും ഒന്ന് ചിലത് ഉപദേശിക്കാനും. ആരൊക്കെയോ ചില ജീവിതങ്ങളുടെ പിറകിലുള്ളത് കൊണ്ടാ നിങ്ങൾ ചിലരൊക്കെ നല്ലതുപോലെ ഉയർന്നത്. കടലാസിനോട് ഈ മനുഷ്യൻ പറഞ്ഞു, വിഷമിക്കണ്ട, നിന്നെ ഞാനൊരു പട്ടമാക്കി ഉയർത്തും, നിന്നെ ചവിട്ടിയ സ്ഥലത്ത് നിന്നെ പൊക്കും, ഞാൻ ഉയർത്തും. ഈ കടലാസിന് ഒത്തിരി സന്തോഷമായി. പിറ്റേ ദിവസം ഈ മനുഷ്യൻ ഈ കടലാസിനെ ബീച്ചിൻ്റെ സൈഡിൽ കടൽ തീരത്ത് കൊണ്ടുപോയി അങ്ങ് പൊക്കി അങ്ങ് വിട്ടു. ഈ നൂലയിൽ ഇങ്ങനെ ഉയർത്തി ഉയർത്തി വിടുന്നതനുസരിച്ച് കാറ്റത്ത്, കടൽ തീരത്തൊരു സ്വാഭാവികമായ ഒരു കാറ്റുണ്ടല്ലോ എപ്പോഴും, കടൽ തീരത്തെ ഉപ്പ് കാറ്റ് ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ, വീശി അടിക്കുമ്പോൾ ഈ കയ്യിലുള്ള നൂലിങ്ങനെ അയച്ചയച്ച് വിട്ട് ഈ പട്ടം അങ്ങ് ഉയർന്നു.
ഇന്നലെ വരെ ചവിട്ടിക്കിടന്ന സ്ഥലത്ത് ഇതാ ഇന്നിപ്പോ ഉയർന്നിരി. അതുകൊണ്ടാണ് ആരെയും പുച്ഛിക്കരുത്, ആരെയും നിന്ദിക്കരുതെന്ന് പറയുന്നത്. ചിലപ്പോൾ നീ നിന്ന സ്ഥലത്ത് നിന്ദിച്ചവർ ചിലപ്പോ നാളെ ഒരു സമയത്ത് നമ്മുടെ തലയ്ക്ക് മുകളിൽ പട്ടമായി ഉയരാൻ സാധ്യതയുണ്ട്. ഇന്ന് ചിലപ്പോൾ ഒരു വിലയുണ്ടാവില്ല, നിലയുണ്ടാവില്ല, ആകെ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കും. ചിലപ്പോ ദൈവം അവനെ എടുത്ത് ഉയർത്തി വല്ലാതെ ഉയർത്തിക്കളയും, അളവില്ലാതെ. എന്തായാലും ഈ പട്ടം അങ്ങനെ ഉയർന്നു വലിയ അങ്ങ് പൊങ്ങി ഉയർന്നു. അപ്പോൾ ഇന്നലെ വരെ ചവിട്ടി ആളുകൾ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങി. പട്ടം അങ്ങനെ വല്ലാതെ സന്തോഷിച്ചു. ഭയങ്കര സന്തോഷമായി. കുറച്ചു കഴിഞ്ഞിങ്ങനെ ഉയർന്നപ്പോൾ ഈ പട്ടം താഴെ നിലത്ത് ഇതിങ്ങനെ ഉയരാൻ ഒരു മനുഷ്യൻ അതിൻ്റെ ചോട്ടിലിങ്ങനെ പിടിച്ചുകൊണ്ട് നിപ്പുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ നാളെ ഒരു സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ പല ക്രിസ്ത്യാനികളും മറന്നു പോകുന്നൊരു സത്യമാണ്, ഞാൻ ഉയരാൻ കാരണം അതിൻ്റെ ചുവട്ടിൽ ഒരാളിങ്ങനെ ഒരു നൂലും പിടിച്ച് നിന്നതുകൊണ്ടാണ് ഞാൻ ഉയർന്നേന്നുള്ള സത്യം 4 ചക്രം കൂടുതലായി കയ്യിൽ വരുമ്പം, ഒരു 10 ലക്ഷത്തിൽ രൂപ വിലയുള്ള ഒരു കാറും കയ്യിൽ വരുമ്പം, ഇച്ചിരി സൗന്ദര്യമുള്ള ഒരു ജീവിതവും വരുമ്പം ഈ താഴെയുള്ള ആളെ പലരും മറക്കും. അതാണ് പലരുടെയും പരാജയം. നിങ്ങൾ നാളെ എത്ര ഉയർന്നാലും ഓർത്തോണം, അതിനടിയിൽ ഒരാളിങ്ങനെ പിടിച്ചിങ്ങനെ ഉയർത്താനും, ഒരു നൂലയിൽ ഇങ്ങനെ ഉയർത്താൻ ഇങ്ങനെ പിടിച്ചോണ്ടാ ഉയർന്നത്, ജോലി കിട്ടിയത്, വീട് വെച്ചത്, സമ്പത്തായത്. പണ്ട് നിലത്ത് കിടന്നവരാണ്, ഒന്നുമില്ലാണ്ട് ഇവിടെ കിടന്നതാ. തന്നെയൊന്നും ആരും എവിടെ എത്തിയിട്ടില്ല, ആരൊക്കെയോ സഹായിച്ചത് കൊണ്ടാണ്. ഈ പട്ടം അങ്ങനെ ഉയർന്നപ്പോ ഉണ്ടല്ലോ, ഈ പട്ടം പിന്നെ ഈ താഴെ പിടിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ ഈ നൂലയിലിടയ്ക്ക് താഴോട്ടൊക്കെ ഇങ്ങനെ ആക്കും, താഴോട്ടും ഇങ്ങനെയൊക്കെ ആക്കും നൂലുകൊണ്ട്. അപ്പോൾ ഈ കടലാസ് കഷ്ണം, ആകാശത്ത് നിന്ന് പറന്നു തറക്കുന്ന കടലാസ് കഷ്ണം പട്ടമുണ്ടാക്കിയ ആ മനുഷ്യനോട് വഴക്കുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ എപ്പോഴും എന്നെ ഇട്ട് ഇങ്ങനെ ഇളക്കുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ പറന്നു പോകാൻ സമ്മതിക്കാത്തത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത്? ഈ നൂല് എനിക്ക് തടസ്സമാണ്, അത് വിട്, ഞാൻ ആകാശത്തൂടെ പാറി പറന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞ് നിലത്ത് കിടന്ന കടലാസ് ഈ പട്ടമുണ്ടാക്കിയ ആളോട് കിടന്ന് ബഹളം ഉണ്ടാക്കി. അങ്ങനെ വഴക്കുണ്ടാക്കി. പട്ടവും ആ നൂലും തമ്മിൽ, ആ മനുഷ്യനും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന നൂലിനെ പൊട്ടിച്ചു കളഞ്ഞു. പൊട്ടിച്ചു കളഞ്ഞ ഒരു പ്രത്യേകത, പെട്ടെന്ന് ഈ പട്ടം ആകാശത്തേക്ക് കൂടുതൽ ഉയർന്ന് ഫ്രീ ആയിട്ട് പറന്ന് ഇഷ്ടമുള്ള പോലെ അങ്ങ് പറക്കാൻ തുടങ്ങി. അപ്പോൾ ആ പട്ടം വിചാരിച്ചു, ഭാഗ്യാണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചു കഴിഞ്ഞ് ഈ മനുഷ്യൻ കാണുന്നത് പിറ്റേ ദിവസം പോകുമ്പം ആകാശത്ത് നിന്നിരുന്ന പട്ടം ഇതേ കടൽ തീരത്തെ മണ്ണിൽ കിടക്കുന്നു. അപ്പോൾ ആ പട്ടം കിടന്ന് കരയുവാണ്, അയ്യോ എൻ്റെ അവസ്ഥയെല്ലാം മോശമായി, ഞാൻ താഴെ പോയേ, തകർന്നു പോയേ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നിനക്ക് ഇച്ചിരി ഉയർന്നപ്പോൾ നിനക്കൊന്നുമല്ലാത്ത അഹങ്കാരമായിരുന്നു. നീ തകർന്നു പോകാനുള്ള കാരണം ഈ ചരട്, നിന്നെ ഞാനുമായി ബന്ധിപ്പിച്ചിരുന്ന നൂലില്ലേ, അത് നീ വാശി കാണിച്ച് അഹങ്കാരം കാണിച്ച് എന്തോ ആയെന്ന് വിചാരിച്ച് പൊട്ടിച്ചു കളഞ്ഞത് കൊണ്ടാ ഇന്ന് നിലത്ത് കിടക്കാൻ കാരണം, മണ്ണിൽ കിടക്കാൻ കാരണം. ഓക്കുമരത്തോളം ഉയർന്നാലും ദൈവത്തിൽ നിന്നകത്ത് ആ ദൈവത്തോട് നിന്നെ ബന്ധിപ്പിക്കുന്ന നൂലിനെ, പ്രാർത്ഥന എന്ന നൂലിനെ, വിശ്വാസം എന്ന നൂലിനെ, ദൈവവചനം എന്ന നൂലിനെ നീ പൊട്ടിച്ചു കളഞ്ഞാൽ ചിലപ്പോ നീ ഒറ്റ ഉയർച്ച ഉണ്ടാകുമായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോ മണ്ണിപ്പോവും, വീണു പോകും, തകർന്നു പോകും, പിന്നെ കയറാൻ പറ്റാത്ത കുഴിയിൽ ചെന്ന് പെട്ടുപോകും. നമ്മളെക്കാൾ മിടുക്കന്മാര് ലോകത്തിലുണ്ടായിരുന്നു. പലരും കടം കയറി കടത്തിന്റെ കൂടിലായി. ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ, കഴിവില്ലാഞ്ഞിട്ടാണോ? അവർക്ക് 4 ചക്രം കൂടുതലായി വന്നപ്പം, ഒരു നല്ല സാലറി അവിടെ കിട്ടിയപ്പം, 4 പേര് നല്ല പുകഴ്ത്താനുള്ളപ്പം, 4 പേര് വലിയ വീരവാദം പൊട്ടിച്ചപ്പം, ദൈവത്തോട് ബന്ധിപ്പിച്ചിരുന്ന ചെറിയൊരു നൂലുണ്ടായിരുന്നു, അതിനെ വേണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര ബുദ്ധിമാന്മാരാണേലും കഴിവുള്ളവരാണേലും ബിസിനസ് ആണേലും നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം, എവിടെയൊക്കെ ചെന്ന് ഇനി അമേരിക്കയിലോ ലോകത്തിന്റെ രാജ്യങ്ങളിലോ കോടാനുകോടി ആസ്തിയുള്ള ഒരു സാഹചര്യത്തിലോ എത്തിയാലും നിന്നെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ഒരു നൂലിനെ പൊട്ടിച്ചു കളയരുത്. നാളെ നിന്റെ തകർച്ച വലുതായിരിക്കും. വീണു പോകും, മണ്ണിൽ തളർന്നു പോകും, മണ്ണിൽ വീണു പോകും. ഒരിക്കൽ കൂടി ആ വാക്ക് പറയും, നോക്കുമരത്തോളം ഉയർന്നാലും ദൈവത്തെ മറന്നാൽ നീ നിലംപൊത്തി പോകും, വീണു പോകും. ഒരുപാട് പേര്
വീണതും തകർന്നതും തളർന്നതും ഏകദേശം ഇങ്ങനെയാണ്. ദൈവത്തോട് കുടുംബജീവിതം തകരാൻ കാരണം അവനെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന നൂല് അവൻ്റെ സൗകര്യം അനുസരിച്ച് അത് മുറിച്ചു കളയും. അതൊന്നും വേണ്ട, പള്ളിയിലൊന്നും പോകണ്ട, പ്രാർത്ഥിക്കണ്ട, ദൈവാരാധനയൊന്നും വേണ്ട, ഈ വീട്ടിൽ പ്രാർത്ഥനയൊന്നും വേണ്ട, പ്രാർത്ഥിച്ചില്ലേലും കാറ് മേടിക്കാൻ പറ്റും, പ്രാർത്ഥിച്ചില്ലേലും വീട് വെക്കാൻ പറ്റും, ദൈവം ഇല്ലേലും എനിക്ക് കാര്യങ്ങളൊക്കെ നടക്കും. ആ നൂലിനെ മുറിച്ചു കളയുമ്പോൾ ചിലപ്പോൾ നടക്കുന്നത് ഒറ്റ ഉയർച്ചയൊക്കെ ഉയരും. പിന്നെ ചീട്ടുകൊട്ടാരം പോലെയും ചില്ലുകൊട്ടാരം പോലെയും എല്ലാം താഴോട്ട് പോകും. ഇത്രയും പേരെങ്കിലും വെറുതെ ഒരു കഥയാണെ പോലും ഇതിനകത്ത് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളോടാ സംസാരിച്ചത്, ആകാശത്തോടല്ല, ഇവിടെ നിൽക്കുന്ന വൃക്ഷങ്ങളോടുമല്ല, ഇവിടെ നിൽക്കുന്ന ഉപകരണങ്ങളോടുമല്ല, ജീവനുള്ള നിങ്ങളോട് ദൈവം പറഞ്ഞത്. ദൈവത്തോട് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ, ദൈവാശ്രയത്വത്തിൻ്റെ, ആരാധനയുടെ ചരടിനെ പൊട്ടിച്ച് കളയരുത്. കാരണം അതിന് ചെറിയ കട്ടിയേ ഉള്ളൂ. വേണ്ടെന്ന് വെച്ചൊറ്റ തട്ട് തട്ടിയാൽ പൊട്ടിപ്പോവും. കളയരുത്. അതാണ് നിന്നെ ഉയർത്തിയത്. നിലത്ത് കിടന്ന നിന്നെ ഇത്രേ ഉയർത്തിയത്. ആ ചരട് ഇങ്ങനെ വിട്ടതനുസരിച്ച് ആ ചരടാ നിന്നെ ഇത്രയും എത്തിച്ചത്. പൊട്ടിച്ചു കളഞ്ഞാൽ നാളെ നിലത്ത് വീണു പോവും, മണ്ണിപ്പോവും. മിടുക്കനാണേലും കഴിവുള്ളവനാണേലും അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. പൊട്ടിച്ചു കളയരുത്. ആരും ദൈവത്തെ മറന്നിട്ട് ഒരു ബന്ധവും, ദൈവത്തെ മറന്ന എല്ലാ ബന്ധവും ബന്ധനങ്ങളാണ്. ദൈവത്തെ മറന്നുള്ള ബന്ധങ്ങളാണ് നിങ്ങൾക്ക് ബന്ധനങ്ങളായി മാറിയത്. ബന്ധനം അഴിക്കാൻ തലേ കൈവച്ചുള്ള പ്രാർത്ഥന മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധം വർദ്ധിച്ചാൽ മതി, ബന്ധനങ്ങൾ താനെ അഴിയും. അതിനുവേണ്ടി പ്രത്യേക ശുശ്രൂഷകൾ ആവശ്യമില്ല. കാരണം എനിക്ക് ദൈവത്തോട് ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ ബന്ധനങ്ങൾ അഴിയും. ദൈവത്തോട് ബന്ധമില്ലേ, ബന്ധനങ്ങൾ കട്ടികൂടിക്കൊണ്ടിരിക്കും. ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ ഉണ്ടാക്കിയെടുത്ത, നേടിയെടുത്ത പല ബന്ധങ്ങളുമാണ് ഇന്ന് നമുക്ക് ബന്ധനങ്ങളായി മാറിയത്. നമ്മുടെ ബന്ധനങ്ങൾ നമ്മുടെ സൃഷ്ടികളാണ്. നമുക്ക് ദൈവത്തോട് ബന്ധമാകുമ്പോൾ ബന്ധനങ്ങൾ തന്നെ പോയി ബന്ധത്തിൽ വളരും. അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച.